ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു Mymuzzspace. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മോരുകറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കുമ്പളങ്ങയും പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേപ്പില ഇത്രയും ഇട്ട് ഞാൻ അടപ്പത്ത് വെക്കുകയാണ്. മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കടുക് താളിക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, വേപ്പില, ഉണക്കമുളകും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളിയുള്ള തൈര് വേണം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു തിള വരുമ്പോൾ നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തൈര്, ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്. ഞാൻ നന്നായിട്ട് തൈര് ചേർത്ത് കൊടുത്തു. ഇനി തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് കടുക് താളിച്ച് കൊടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ട് കൊടുത്തു. നമുക്കിനി ഉലുവ, ജീരകം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ മുളക് അധികം യൂസ് ചെയ്യണോണ്ട് ഇപ്പോൾ അത് കുറച്ചേക്കാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവയും ജീരകവും കടുകും അതായത് ചെറിയ ഉള്ളിയും ചേർത്തു, വെളുത്തുള്ളിയും ചേർത്തു, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കളറായിരിക്കും നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ കിട്ടുന്നത്. നമ്മുടെ കറിയുടെ മുകളിലേക്ക് നമ്മൾ കടുക് തളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും മാങ്ങാച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാൻ മോരുകറി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കൊക്കെ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മൺചട്ടിയിലിരുന്ന് അതിൻ്റെ ടേസ്റ്റ് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.